ഇതാണിപ്പം നമ്മൾ കാണുന്ന ഈശോ. Gesù, ci chiedi tre forme di misericordia. La prima il gesto, la seconda la parola, la terza la preghiera. വാവ്. Signore, tante volte pensiamo നമ്മുടെ di non ഈശോ avere tempo o possibilità നമുക്കായി di അർക്കപ്പെട്ട fare കുഞ്ഞാട് രക്തസാന്നിധ്യത്തോടുകൂടെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. ricordi che la misericordia നന്ദി è യേശുവേ. sempre possibile. അങ്ങേ ഒരു ദിവസമെങ്കിലും ഈ ഒരു ആരാധനയെ കൂടാതിരുന്നാൽ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ In ogni നഷ്ടമായിരിക്കും. circostanza. അങ്ങിങ്ങനെ എന്നും പ്രത്യക്ഷപ്പെട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളും അതുപോലെ ആശയോടെ അങ്ങേ കാത്തിരിക്കേണ്ടതല്ലേ. ചിലപ്പോഴൊക്കെ സമയത്ത് ഉറക്കവും വരും, ചിലപ്പോൾ ക്ഷീണം കാണും. എങ്കിലും ഈശോയെ, ഒരിക്കലും അങ്ങേ വിട്ടകന്ന് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കരുത്. അങ്ങേ കാണുന്നത് ഈ മാതിരി അങ്ങ് ഞങ്ങൾക്ക് അത്രയ്ക്ക് സൂപ്പർ നാച്ചുറലായിട്ട് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഞങ്ങളും അങ്ങേ കാത്തിരിക്കേണ്ടതല്ലേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്നുപോയ എല്ലാ തെറ്റുകൾക്കും അങ്ങേക്ക് തരേണ്ട പ്രാധാന്യം ജീവിതത്തിൽ തരാതിരുന്ന അവസരങ്ങളെല്ലാം ഓർത്ത് ക്ഷമയാചിക്കുന്നു. ലൗകികമായ കാര്യങ്ങളുടെ പുറകെ പോയതും ആത്മീയമല്ലാത്ത എല്ലാ കാര്യങ്ങളുടെ പുറകെ പോയതും കർത്താവെ, ആ സമയങ്ങളെല്ലാം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം എൻ്റെ പിന്നിൽ എറിഞ്ഞു കളയും. കിഴക്ക് പടിഞ്ഞാറിനോട് അകന്നിരിക്കുന്നത് കണക്ക് നിൻ്റെ പാപം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. ഞാനതിനെ ഒരിക്കലും ഓർക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവമേ, എല്ലാ ദിവസവും ഒരേ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എല്ലാം കർമ്മങ്ങളെന്ന കണക്ക് ഞങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട്, ചൊല്ലി തീർത്തിട്ടുണ്ട്, ആത്മാർത്ഥത പ്രകടിപ്പിക്കാതെ. അങ്ങനെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല. അങ്ങേ അറിഞ്ഞ ശേഷവും ഞങ്ങൾ വിട്ടെറിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മറ്റ് സീരിയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക്കായിട്ടുള്ള വേറുള്ള കാര്യങ്ങൾ, അതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ എല്ലാം പിന്നിൽ പോയിട്ടുണ്ട്. ഈശോയെ, ആ ഓരോ അവസരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഈ ചങ്കിൽ നിന്നിറങ്ങിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കാരണം ഇവയെല്ലാം ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഈശോയെ. ഞങ്ങൾ അങ്ങേക്ക് പ്രാധാന്യം നൽകിയില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ തെറ്റുകൾ ചെയ്തപ്പോഴും ഞങ്ങളെ അവ ഒന്നും ബോധേഡാക്കിയിട്ടില്ലല്ലോ. ഞാൻ ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പള്ളിയിൽ നിന്ന് മക്കളെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത്, എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താണ് നമ്മൾ ചിന്തിച്ച് ഒക്കെ കൊണ്ടിരുന്നത്. ആ വകകളെല്ലാം ദൈവസന്നിധിയിൽ ഇപ്പോൾ ഏൽപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും കൂടിയാണ് ഈ പ്രാർത്ഥന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേർന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഈശോയെ, അങ്ങാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഞങ്ങളുടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനേക്കാളും അധികമായിട്ട് പ്രാധാന്യം നൽകേണ്ടത് അങ്ങേക്കാണ് കർത്താവേ. പക്ഷേ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം മറന്നുപോയി, ചില കാര്യങ്ങളുടെ എല്ലാം പിറകിൽ പോയി ഞങ്ങൾ ദൈവകരുണയിൽ ആശ്രയിക്കാതെ, ദൈവകരുണയോട് ചേർന്നിരിക്കാതെ പോയിട്ടുള്ള അവസരങ്ങളുണ്ട് കർത്താവേ. എന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ പല വർഷങ്ങൾക്ക് 10, 30, 40 വർഷങ്ങൾക്ക് മുൻപുള്ള പാപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇന്നും അങ്ങ് 2 എണ്ണം കൂടെ കൊണ്ടുവന്ന് തന്നിരുന്നു. അതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് അങ്ങേ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും മറഞ്ഞു കിടക്കുന്നതും എൻ്റെ ഓർമ്മയിലില്ലാത്തതും പറഞ്ഞ് കുമ്പസാരിക്കാത്തതും പശ്ചാത്താപപ്പെടാത്തതുമായ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ ഈശോയെ, അവ എനിക്ക്
അങ്ങ് കാണിച്ചു തരണമേ. അവയെ ഓർത്ത് പശ്ചാത്തപിച്ച് അങ്ങയുടെ സന്നിധിയിൽ ക്ഷമ യാചിക്കാൻ ഇടയാക്കണമേ. ഈ ഒരു കരുണക്കൊന്തയും ഈ മറ്റിവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോടും കൂടെ ചേർന്ന് ഞാൻ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നു. അങ്ങയിൽ നിന്ന് ഇത് സ്വീകരിച്ച് ആ കരുണയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്ത പാപങ്ങളാൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളെ അങ്ങ് മാറ്റിത്തരണമേ. പശ്ചാത്താപിക്കുന്ന ഒരു ഹൃദയത്തെയും അങ്ങ് അനുതപിക്കുന്ന ഒരു ഹൃദയത്തെയും അങ്ങ് ഉപേക്ഷിക്കില്ല. കാരണം 51 സങ്കീർത്തനം ചെല്ലുവാൻ തക്കവണ്ണം ദാവീദ് എൻ്റെ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നു, പാപത്തിൻ്റെ ഭാരത്തെ ഓർത്ത് എന്ന് പറഞ്ഞ ആ ദാവീദിനോട് അങ്ങ് ക്ഷമിച്ച് വീണ്ടും അനുഗ്രഹം നൽകിയെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ മാതാപിതാക്കളോ പൂർവികരോ ഒക്കെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മുഖാന്തരം അതിൻ്റെ കറകളെ ഞങ്ങളുടെ ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങയുടെ രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇപ്പോഴെന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവ അങ്ങ് കാണിച്ചു തരണമേ. മാത്രമല്ല കർത്താവെ, അങ്ങയോട് കൂടുതൽ അടുക്കാൻ തക്കവണ്ണം ഈ ഓരോ കാര്യങ്ങളും ഇടയാക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ പൂർവികർ ചെയ്ത വചനം പറയുന്നുണ്ട്, പൂർവികർ മുന്തിരിങ്ങ തിന്നു ഇളം തലമുറകൾ അതിൻ്റെ പുളിപ്പ് അനുഭവിച്ചു. അങ്ങനെ ഇനി പ്രത്യേകിച്ച് 1-ാം കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന പാപങ്ങൾ അങ്ങേക്ക് പരമപ്രദ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റുള്ള സാധനങ്ങൾക്കോ വ്യക്തികൾക്കോ മറ്റ് ദൈവങ്ങളെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നവർക്കോ ഒക്കെ പരമപ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പൊന്നുനാഥ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരണം അറിവില്ലായ്മയിൽ ഞങ്ങൾ ജീവിക്കുന്നു, അന്ധകാരത്തിൻ്റെ നടുവിൽ ഞങ്ങൾ നടക്കുന്നു. കനിയണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. അതിൻ്റെ തിന്മകൾ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആരും ഒരു പരിഹാരം ഇല്ലെങ്കിൽ കർത്താവെ, അങ്ങ് ദിവ്യ കുഞ്ഞാടെ ഇപ്പോൾ ഈ തിരുവോസ്തിയിൽ കണ്ട ദിവ്യ കുഞ്ഞാടെ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവമാണല്ലോ അങ്ങ്. ആ കുഞ്ഞാടിൻ്റെ രക്തം ഞങ്ങളുടെ മേളിൽ ഇപ്പോൾ ആത്മാവിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ് സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ കടങ്ങളിൽ, വീടില്ലായ്മയിൽ, ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥയിൽ എല്ലാം തളിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ യേശുവേ. ഈ ഒരു സമയം അങ്ങയുടെ സമയമാണ് യേശുവേ. ഈ ഒരു സമയം മഹാകരുണയുടെ സമയമാണെന്ന് അങ്ങ് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നല്ലോ. യേശുവേ കരുണയായിരിക്കണമേ, ദൈവമേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ. ഞാൻ ഈ സമയത്ത് എൻ്റെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരെ അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. മിറക്കിൾസ് ആൻഡ് ഹീലിംഗ് എന്ന ദൈവകരുണയുടെ ഗ്രൂപ്പിലെ ആൾക്കാരെ അവരെയൊക്കെ സമർപ്പിക്കുന്നു. പല ആവശ്യങ്ങൾ പലരും ഓരോ ദിവസം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ഫ്രം ദി ഓൾട്ടർ ഓഫ് ഡിവൈൻ മേഴ്സി യൂട്യൂബ് കാണുന്ന ആൾക്കാരെ അവരുടെ ആവശ്യങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഇനിയും കൗൺസിലിംഗ് ചെയ്തിട്ടും പല രീതിയിലുള്ള പീഡിപ്പെടുത്തലുകൾ പൈശാചികമായിട്ടുള്ളത് കുടുംബത്തിൽ നടക്കുന്നു. ഒരു വീട്ടിലെ ആളിനെ പൂച്ച രണ്ട് ഭാര്യയും ഭർത്താവിനെയും പൂച്ച കടിക്കുന്നു. പേരക്കുട്ടിയുടെ കാലിൽ കമ്പി കുത്തിക്കയറി രക്തം കാണുകയാണ്, രക്തം. ചിലരുടെ ഇൻവെർട്ടർ അടിച്ചുപോയി, ചിലരുടെ 2 പേരുടെ ഇൻവെർട്ടർ അടിച്ചുപോയി, ഒരാളുടെ TVൻ്റെയും കൂടെ ഇത് പോയി എന്ന് പറയുന്നു. ദൈവമേ, പൈശാചികമായ ശക്തികളുടെ മേലിൽ ഞങ്ങൾക്ക് അങ്ങ് അധികാരം തന്നിരിക്കുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നല്ലോ. യേശുവേ, പരിശുദ്ധമറിയത്തിൻ്റെയും വിശുദ്ധ ഫൗസ്റ്റീനയുടെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രത്യേകാൽ ഈ ഒരു ഗ്രോട്ടോയുടെ പേട്രനായിട്ടുള്ള സെയിൻറ്റ് മിഖായലിൻ്റെ മധ്യസ്ഥം വഴി യാചിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചൊല്ലിക്കൂട്ടിയിരിക്കുന്ന എല്ലാ കരുണയുടെ ജപമാലയും
ഞങ്ങളുടെ പാപകടങ്ങൾക്കുള്ള പരിഹാരമായിട്ട് അങ്ങ് എടുക്കണമേ എന്ന് യാചിക്കുന്നു. തെറ്റിപ്പോകുമ്പോൾ ഞങ്ങളെ തിരികെ കൊണ്ടുവരണമേ. അങ്ങേക്ക് പ്രാധാന്യം തരാതെ മറ്റു കാര്യങ്ങളിൽ ടെലിവിഷൻ, ഷോർട്സ്, യൂട്യൂബ് ഒക്കെ കണ്ട്, കോമഡി ഷോ, ഫ്ലവേഴ്സ് ഇതൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവേ. അതെല്ലാം കാണാം. പക്ഷേ പരമപ്രാധാന്യം അങ്ങേക്ക് തരേണ്ട സമയം ഇതുകൾക്കെല്ലാം കൊടുക്കുന്ന ആൾക്കാരെ സമർപ്പിക്കുന്നു. എൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഇടപെടണമേ. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരിൽ അങ്ങനെയുണ്ടെങ്കിൽ അവരോടങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതത്തിൻ്റെ നാഥ, കരുണയുടെ തമ്പുരാനെ, അങ്ങിൽ കൂടെ പിതാവായ ദൈവസന്നിധിയിൽ ഞങ്ങൾ എത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ മകളെ, എൻ്റെ ഹസ്ബൻഡിനെ, അവരുടെ മാനസാന്തരത്തെ, കുദാശ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ യാത്രകളെ സമർപ്പിക്കുന്നു, എൻ്റെ ഉദ്ദേശങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു, എൻ്റെ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അറിയണമേ, കാണണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈശോ മുഖാന്തരം സമർപ്പിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾക്കായി വേഗം തന്നെ കാര്യസാധ്യം നടത്തിത്തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.